ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ഉച്ചയ്ക്ക് ഞാൻ മോനെ പോയി വിളിച്ചു. അവൻ ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. പിന്നെ മോൻ പറഞ്ഞു അമ്മ എൻ്റെ ബാഗിനകത്ത് കോസ്റ്റ്യൂം ഇരിപ്പോട്ട് നോക്കണേ എന്നപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ആകാംക്ഷയായിരുന്നു കാണാൻ. എന്ന് വെച്ചാൽ നമ്മൾ തുണിയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അവർ തന്നെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ തന്നെ തയ്പ്പിക്കാൻ കൊടുത്ത്. അങ്ങനെ സാധനം കിട്ടിയപ്പോൾ കൊള്ളാം, നല്ല രാജാക്കന്മാരൊക്കെ ഇടുന്ന കണക്കത്തുള്ള ഒരു ടൈപ്പ് ഡ്രസ്സായിരുന്നു. ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നല്ലപോലെ ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവനാണെങ്കിൽ വന്ന് കയറി ഉടനെ ഫ്രിഡ്ജ് അങ്ങ് തുറക്കും. അയ്യോ, നൈറ്റിയുടെ വർക്ക് ഉണ്ടായിരുന്നു ചേച്ചി. രാവിലെ പോയത് ഇപ്പം സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക്, ലെവലൊന്നും ഇല്ല. അവിടെ പോയിട്ട് നൈറ്റ് കൊടുത്തിട്ട് വരുന്ന വഴിക്കാണ് മോനെയും വിളിച്ചുകൊണ്ട് വരികയാണ്. കുഴഞ്ഞു പോയി. പിന്നെ മഴയും ഉണ്ടായിരുന്നു. ചിലപ്പോൾ മന്ദാരം കണക്ക് കിടക്കുന്നു. കാണിച്ചു തരാം ഞാൻ. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് മഴയാണോ ഗസ്. ഇത് നമ്മളെ വീട്ടിൽ മതിലിൽ അമ്മ നട്ടു വെച്ചേക്കുന്ന വെണ്ടയ്ക്കയാണ്. അത് അത്യാവശ്യം കുറച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ച്, കുറേ ഒന്നും പിടിച്ചില്ല കേട്ടോ. കുറേ വളങ്ങളൊക്കെ ചേർത്ത് പെട്ടെന്ന് പട്ടുപോകും. പിന്നെ ഇത് ഞെവരയാണ്. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് തലയിൽ തേക്കും കേട്ടോ. അത് ഇതിന് ഡാൻഡ്രഫിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് വന്നില്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടി 3 മുട്ട എടുത്ത് മോനും കൂടെ കൊടുക്കാമല്ലോ. അങ്ങനെ ചേട്ടനും അവനും എനിക്കും കൂടെ 3 മുട്ട എടുത്ത് പൊരിക്കാമെന്ന് വെച്ച്. ഇവിടെ മഴയൊന്നും വരില്ല. എന്റെ ചട്ടുണ്ടോ അമ്മാരി മഴ. നീ എന്തായാലും വിളിച്ചതാലേ ഞാൻ വിളിക്കാൻ താമസിക്കാനെ. അമ്മായി പേര് മഴ. നീ ചോറ് തനിക്ക് നീ ചോറിട്ടെ. അങ്ങനെ ഷോറൂമിൽ നിന്ന് വന്ന ഉടനെ നല്ലപോലെ കൈ അങ്ങോട്ട് വാഷ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ കീലും കാര്യങ്ങളൊക്കെ കാണൂല. നിങ്ങളെ പച്ച കുത്തിയത് ശ്രദ്ധിച്ചോ? ചേട്ടാ ഇപ്പോൾ പോയി കുത്തിയതായിട്ടോ, കുറച്ച് നാൾ മുന്നേ. വിക്രമിൻ്റെ കയ്യിൽ ആ മോഡലിലാണ് കുത്തിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അങ്ങനെ പിന്നെ ചോറൊക്കെ വിളമ്പാനായിട്ട് ചേട്ടനും കൂടെ വന്ന് മീൻ പൊരിക്കാനൊന്നും പറ്റിയിരിക്കുന്നു. മതി വേറെ വല്ല ഉണ്ടോ? മുട്ട പൊരിച്ച് വിശന്ന് പണ്ടാരം അടങ്ങിയെന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് ചേട്ടൻ്റെ കാര്യം. ചേട്ടൻ മുട്ട കിട്ടുന്നതിന് മുന്നേ തന്നെ ചോറ് കഴിച്ചു തുടങ്ങി. ഏകദേശം ഒരുവിധം കഴിച്ച, ഒരു കറിയും കൂട്ടി പാവം എന്തൊക്കെയായാലും ഒരുവിധം കഴിച്ചപ്പോഴത്തേനും മുട്ടയൊക്കെ പൊരിച്ചുകൊണ്ട് കൊടുത്ത്. മോനാണെങ്കിൽ അത് കണ്ടപ്പോഴത്തേക്ക് അമ്മച്ചി എനിക്ക് മുട്ടയില്ല, അച്ഛനും മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ വേണ്ട, നിനക്കിപ്പോൾ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവനും ചോറുമൊക്കെ വാരി കൊടുത്ത് ബാലൻസ് ഉള്ളത് ഞാനും കഴിച്ചപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.